നമ്മളൊക്കെ കാറിൽ പെർഫ്യൂം വാങ്ങി വെക്കാറുണ്ട്. പക്ഷേ ഹ്യൂണ്ടൈൻ്റെ ക്രെറ്റ അതുപോലെ തന്നെ അൽക്കാസർ ഇങ്ങനത്തെ വണ്ടികളിലൊക്കെ ഏതൊക്കെ മോഡലാണെന്നറിയില്ല, പക്ഷെ ഒരുപാട് വണ്ടികളിൽ എയർ പ്യൂരിഫയറിൻ്റെ കൂടെ തന്നെ എയർ ഫ്രഷ്നറും കൂടെ വരുന്നുണ്ട്. പക്ഷെ പലർക്കും അറിയില്ല. ഇപ്പോൾ ഇത് തന്നെ ഹ്യൂണ്ടൈ കമ്പനിയിൽ ഓടുന്ന വണ്ടിയാണ്. 73,000-74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി. പക്ഷേ ഇതിൽ പോലും ആ സെറ്റിങ്സ് ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പലർക്കും അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എയർ പ്യൂരിഫയർ കേട്ടോ, കാറിൻ്റെ അകത്തൊക്കെ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് വേരിയൻറ്റിലെ ഒരുപാട് വണ്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏതൊക്കെ മോഡലാണെന്ന് പറഞ്ഞു പോയി. ഇപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഹ്യൂണ്ടൈ ക്രെറ്റയാണ്. അതുപോലെ അൽക്കാസറിലൊക്കെ ഉണ്ട്, ഡിജിറ്റൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ കൺസോൾ, എന്താ പറയുക, ഫാനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ് വരുന്നത്. പിന്നെ കൺട്രോൾ ഇവിടെയും ഉണ്ട്. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എവിടെയാണ് ആ പെർഫ്യൂം ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ചെറിയ ബട്ടൺ ഒന്ന് താഴേക്ക് പ്രസ് ചെയ്തിട്ട് കുറച്ച് ബലം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ കണ്ടില്ലേ 4 ലൈൻ ഉണ്ട്. ഈ ഓരോ ലൈനും ഓരോ പെർഫ്യൂമാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒരെണ്ണം മാത്രം തുറന്ന് വെക്കാം. ഇങ്ങനെ ഒന്ന് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് അതേപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് വെക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മളിപ്പോൾ ടർബോ മോഡാണ് സെലക്ട് ചെയ്യുന്നത്. ആ സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 1 മാസത്തോളം ഈ സ്മെല്ല് ഉണ്ടാവുന്നതാണ് കമ്പനി പറയുന്നത്. ഇതുപോലെ തന്നെ 4 ഡിഫറെൻറ്റ് ഫ്ലേവർ വരുന്നുണ്ട്. 4 ഡിഫറെൻറ്റ് ഫ്ലേവറും കൂടെ കൂടുമ്പോൾ 4 മാസമായിരിക്കും പ്രതീക്ഷിക്കുക. എന്തായാലും പല കാറുകളിലും ഇത് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പലർക്കും അറിയില്ല. അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാറ്ററേജ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയിൽ സർവീസ് കൊടുക്കുന്ന സമയത്ത് വേറെ കാറ്ററേജ് വാങ്ങി ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക്